Hello guys, I am Advance and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ്സിനെ വേണ്ടിയിട്ട് പുതിയ മാർവൽ വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. ഗൈസ് നമ്മൾ ഡൂംസ്ഡേ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ 4th ഒഫീഷ്യൽ ടീസർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഈ ടീസർ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ ഡൂംസ്ഡേ ക്ലോക്ക് എന്ന് പറഞ്ഞ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ സംഭവം ഓടുന്നുണ്ട്. അതൊരു കൗണ്ട് ഡൗൺ പോലെയാണ്. അതിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതും എന്താ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെ തന്നെയാണ് ഈ 4th ടീസർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മളെ വക്കാണ്ടൻസിനെയും അതുപോലെ തന്നെ ഫെൻറ്റാസ്റ്റിക് ഫോറിനെയും ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. എന്തൊക്കെ തന്നെയാലും നമുക്ക് സമയം കളയേണ്ട, നമുക്ക് നേരെ ബ്രേക്ക് ഡൗണിലേക്ക് ഇറങ്ങാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അടുത്തുള്ള ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഈ ടീസർ തുടങ്ങുന്നത് ഒരു ഡെസേർട്ടിൽ നിന്നാണ്. ഇത് വക്കാണ്ടയാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നില്ല. ബട്ട് എന്താ പറയുക, വക്കാണ്ട ആവണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തൊക്കെ തന്നെ ലൊക്കേഷൻ തൽക്കാലത്തേക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. ലൊക്കേഷനിൽ നമ്മൾ ആദ്യം കാണുന്നത് ഷൂറിയാണ്. അവിടെ വെച്ച് ഷൂറി പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു ഇൻ ദ സെൻസ് പറയുന്നത് നമ്മുടെ ഷൂറിയുടെ അച്ഛനായിട്ടുള്ള ടിച്ചാക്ക, നമ്മളെ എന്താ പറയുക, മുമ്പ് ഈ സിനിമയിൽ, അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ചാഡ്വിക് ബോസ്മാൻ്റെ ടിച്ചാല അല്ലെങ്കിൽ ബ്ലാക്ക് പാന്തർ മരിച്ചു. അതാണ് പുള്ളിക്കാരി പറയുന്നത്. ആൻഡ് പുള്ളിക്കാരിയുള്ള ഒരു വോയിസ് ഓവർ ഉണ്ട്. രാജാവിന് ഇപ്പോൾ ഡ്യൂട്ടീസ് ഉണ്ട്, അതായത് രാജാവിന് ആൾക്കാരെ പ്രിപ്പയർ ചെയ്യണം ഫോർ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞ് നമ്മൾ നേമോറിനെയാണ് കാണുന്നത്. ആഫ്റ്റർ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ ഈ നമ്മുടെ ഷൂറിയുടെ സൗണ്ടിൽ തന്നെ ഷൂറി ഭയങ്കര നെർവസാണ്. ഡൂമിൻ്റെ ത്രെറ്റ് ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ത്രെറ്റ് നമ്മളെ വക്കാണ്ടെ വരെ ബാധിച്ചു. നമുക്കറിയാം വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് സ്ഥലങ്ങളിലൊന്നാണ് MCUവിൽ അല്ലെങ്കിൽ മാർവൽ കോമിക്സിൽ തന്നെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര ഡിഫെൻസ് വൈസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് വക്കാണ്ട. വക്കാണ്ടയെ പോലും വിറപ്പിച്ചത് ഒരു പക്ഷേ ഡൂം ആവണം, അല്ലെങ്കിൽ അത്രയും വലിയൊരു ത്രെറ്റ് ആവണം. അവിടെ ആ ഒരു കിങ് ആഫ്റ്റർ ലൈഫ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് നേമോറിനെയാണ്. നേമോറിൻ്റെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. നേമോറിനെ കാണുമ്പോൾ നേമോറിന് കുറച്ച് താടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നീട് നേമോറിൻ്റെ സൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് വൈബ്രേനിയം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നെക്സ്റ്റ് ഷോട്ടിൽ നമ്മൾ കാണുന്ന കിങ് എന്നൊക്കെ പറഞ്ഞ ശേഷം നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ എംബാക്കുവിനെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നേമോർ അല്ല കിങ് വക്കാണ്ടത്, അതൊരിക്കലും ആവില്ല. നമ്മുടെ കിങ് എന്ന് പറയുന്നത് നമ്മൾ വക്കാണ്ട ഫോറവറിൻ്റെ ഒക്കെ അവസാനം കണ്ടതാണ്. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് കൺഫേം ആയിരിക്കുകയാണ്. നമ്മുടെ വക്കാണ്ടയുടെ ഇപ്പോഴത്തെ കിങ് എന്ന് പറയുന്നത് നമ്മുടെ എംബാക്കു ആണ്. നമ്മുടെ കിങ് എന്ന് പറയുന്നത് എംബാക്കു ആണ്. നമ്മുടെ ഷൂറി പറയുന്നുണ്ട്, ഈ കിങ്ങിന് ഡ്യൂട്ടി ഉള്ളതുപോലെ എനിക്കും ഡ്യൂട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ത്രെറ്റിനെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ വക്കാണ്ടൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഷൂറിയുടെ ഡ്യൂട്ടി എന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ രാജാവ് നമ്മുടെ എംബാക്കു ആണെന്ന് പറയുന്ന രീതിക്ക്, കൺഫേം ചെയ്യുന്ന രീതിക്ക് നമ്മുടെ എംബാക്കു ഒരാൾക്ക് കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഐ ആം കിങ് എംബാക്കു ഫ്രം വക്കാണ്ടയുടെ കിങ് ആയിട്ടുള്ള എംബാക്കു ആണ് ഞാനെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ കൈ കൊടുക്കുന്ന ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പിറകിന്നൊരു ഷോട്ട് കാണുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഫുൾ ഒരു ഫേഷ്യൽ ഷോട്ട് കിട്ടി. അതാളെന്ന് പറയുന്നത് നമ്മുടെ ബെന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ദ തിങ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിലുള്ള നമ്മുടെ ബെൻ. അപ്പം ബെൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ബെന്നാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പുള്ളിക്കാരൻ്റെ സ്ഥലമൊക്കെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ട് തന്നെയാണ്. നമ്മൾ തണ്ടർ ബോൾട്സിൻ്റെ പോസ്റ്റർ സീനിൽ കണ്ടതാണ്
നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ അങ്ങോട്ട് വരുന്നത്, പിന്നെ ആ ഷിപ്പ് വരുന്നത്. പിന്നീട് നമ്മൾ കണ്ടൊരു സാധനം എന്ന് വെച്ചാൽ പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, എനിക്കും ആ ഡൗട്ട് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഈ ഫെൻറ്റാസ്റ്റിക് ഫോർ സെറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ഇയറിലല്ലേ, അല്ലെങ്കിൽ ഒരു 60s സോ രണ്ട് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഷിപ്പ് നമ്മുടെ തണ്ടർ ബോൾട്ട്സ് ആ പോസ്റ്റർ സീൻ കണ്ടെന്നേ ഉള്ളൂ. സോ ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാന്ന് വെച്ചാൽ ആ തണ്ടർ ബോൾട്ട്സ് കേങ്ങന്മാരുടെ അടുത്തല്ല നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ ടീം പോയത്, മറിച്ച് വക്കാണ്ടൻസിൻ്റെ അടുത്തേക്ക്, വക്കാണ്ടയിലേക്കാണ് പോയത്. അല്ലെങ്കിൽ വക്കാണ്ടൻസ് ഉള്ള ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ ടീം ഫുള്ള് പോയിട്ടുള്ളത്. ഇനി എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ നടക്കുന്നത് 60s അപ്പം പിന്നെ എങ്ങനെ ഈ ഒരു ഇപ്പോഴത്തെ മാർവൽ ടൈം ലൈനിൽ എങ്ങനെ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സ് വന്ന് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഫിറ്റ് ചെയ്യും? സോ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഒരു യൂണിവേഴ്സ് നമുക്ക് അറിയാം. MCUവിലെ ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന സിനിമ അത് ഇറങ്ങുമ്പോഴേ പറഞ്ഞു അത് മെയിൻ നമ്മുടെ MCU ടൈംലൈനിലെ എർത്തിലല്ല നടക്കുന്നത്. സോ നമ്മുടെ മെയിൻ എർത്ത് എന്ന് പറയാം, MCU എർത്ത് എന്ന് പറയാം എർത്ത് 616 ആണ്. സോ നമ്മുടെ എർത്ത് വേറൊരു സംഭവമുണ്ട്, എർത്ത് 19 അതല്ല, പണ്ട് അങ്ങനെയാണ്. പക്ഷേ മാർവൽ എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ തുടക്കം തൊട്ടേ 616 എന്നാണ് പറഞ്ഞത്. അന്ന് ആരും എന്നെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാർവലിൻ്റെ ഒരു ടൈം ലൈൻ ബുക്ക് ഇറങ്ങി, അതിൽ നിന്ന് ഒഫീഷ്യലി കൺഫേംഡ് ആയിരിക്കുകയാണ്. അത് മാത്രമല്ല ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ നിന്ന് തന്നെ കൺഫേം ആയിരിക്കുകയാണ് നമ്മുടെ MCUവിൻ്റെ മെയിൻ ടൈം ലൈൻ അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത് എർത്ത് 616 ആണ്. സോ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എർത്ത് 828 ആണ്, 828. സോ ആ അർത്ഥത്തിൽ നിന്ന് യൂണിവേഴ്സിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിലോട്ടാണ് അവർ ട്രാവൽ ചെയ്തിരിക്കുന്നത്. അതായത് വർഷങ്ങൾ അവർക്ക് വിഷയമല്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ എർത്തിൽ 1960 അത് നിങ്ങൾക്കറിയാം. അപ്പം നമ്മുടെ ഇവിടെ എർത്ത് 616 2026 വെച്ചോളൂ. അപ്പോൾ എർത്ത് 616 2026 ആയെന്ന സ്ഥിതിക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ ടൈം ട്രാവൽ, അതായത് ഫെൻറ്റാസ്റ്റിക് ഫോർ ടൈം ട്രാവൽ ചെയ്ത് വന്നാൽ പോലും അവർക്ക് വർഷം പോയത് അതൊന്നും വിഷയമല്ല. കാരണം അവർ യൂണിവേഴ്സ് മറ്റൊരു എർത്തിലേക്ക് വരുന്നു എന്ന് മാത്രം. സോ ആ ഒരു ഡൗട്ട് ഇനി വേണ്ട. അതായത് അവർ എർത്ത് 828 നിന്ന് എർത്ത് 616 ട്രാവൽ ചെയ്ത് വന്നു. സോ ആ ഒരു ടൈം ലൈൻ കൺഫ്യൂഷൻ വേണ്ട. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മുടെ ബെന്നി പുള്ളിക്കാരൻ, അതായത് എംബാക്കുവിൻ്റെ അടുത്ത് കൈയെടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റ് ഫെൻറ്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ അത് അവരും അവിടെ കാണും. ബട്ട് ഇത് ഒരു ടീസർ എന്ന രീതിക്ക് ആ ഒരു ഹൈപ്പിന് വേണ്ടി കൊടുത്തതാവണം. അഫ്കോഴ്സ് ബെൻ തന്നെയാണ് ഫെൻറ്റാസ്റ്റിക് ഫോറിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. ആൻഡ് പലർക്കും അതാവാം ആയിരിക്കും. ബെന്നിൻ്റെ ആ ഒരു നോട്ടം അല്ലെങ്കിൽ ആ ഒരു ഗ്ലാൻസ് തന്നെ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഷൂറിയും അപ്പം ഷൂറിയുടെ ബാക്കിൽ കൂടെ എംബാക്ക് ഒരു ഷിപ്പിലോട്ട് കയറി പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് എങ്ങോട്ടാണ്, എന്തിനാണ്, എന്ത് ബാറ്റിലോ വല്ലതും അവിടെ നടക്കുന്നോ ഒന്നും അറിയത്തില്ല. എന്നാൽ പോലും ഷൂറി അവിടെ നമ്മുടെ വക്കാണ്ട ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. സോ അത് ഒന്നെങ്കിൽ അതത്ര എന്തോ അവിടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇമോഷണൽ മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു വാറിന് വേണ്ടി ഒരു പ്രിപ്പയർ ചെയ്ത് പോകുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എന്തൊക്കെ തന്നെയായാലും അതോടെ ആ ഒരു ടീസർ അവിടെ അവസാനിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ദ വക്കാണ്ടൻസ് ആൻഡ് ഫെൻറ്റാസ്റ്റിക് ഫോർ വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അത് മാത്രമല്ല നമ്മുടെ എന്താ പറയുക, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിങ്സാണ്, അതായത് നമ്മുടെ ബ്ലാക്ക് പാന്തർ കോമിക്സിൽ ഡെബ്യൂ ചെയ്തത് നമ്മുടെ ഈ ഒരു ഫെൻറ്റാസ്റ്റിക് ഫോറിനോടൊപ്പമാണ്. സോ അഫ്കോഴ്സ് വളരെയധികം സന്തോഷം. ഒരു കോമിക് നോട്ട് അല്ലെങ്കിൽ ഫാനായിട്ട് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. ആൻഡ് നിങ്ങളൊക്കെ ഈ അടുത്തായിട്ട് കേട്ടിട്ടുണ്ടാവും നമ്മുടെ ബ്ലാക്ക് പാന്തർ ചാഡ്വിക് ബോസ്മാനെ റീപ്ലേസ് ചെയ്ത് ആരോ വരാൻ പോകുന്നു എന്നൊക്കെ. അത് മാർവൽ ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ തന്നെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് പ്ലാനിലുണ്ട്. സോ എന്തൊക്കെ തന്നെയാലും ഒരു ഫൺ ഫാക്റ്റ് പറയാം. എനിക്ക് നാളെ എക്സാമാണ്.
പക്ഷേ ഈ ഒരു സാധനം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹൈപ്പ് കയറി. അതുകൊണ്ട് ഞാൻ പഠിച്ച് വെച്ചിട്ട് ബാക്കി ഈ വീഡിയോ ഒന്ന് ചെയ്യുകയാണ്. അത്രയും ഹൈപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, പരീക്ഷയ്ക്ക് വേണ്ടി നാളെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മൊത്തം എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. ഇതാകുമ്പോൾ നാളെ സമാനമായിട്ട് പോയി പരീക്ഷ എഴുതി വരാം, ആ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് തന്നെ. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ടീസർ വളരെ നല്ലൊരു സെറ്റപ്പ് തന്നെയായിരുന്നു. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരുപാട് വീഡിയോസ് പ്ലാനിങ്ങിലുണ്ട്. സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും. ആൻഡ് ഇത് 4th ടീസറാണ്. പിന്നെ 5th 6th 7th എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് റൂമേഴ്സ് എക്സിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ എത്രത്തോളം റിലയബിൾ ആണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് അറിയാൻ സാധിച്ചത് ഫെബ്രുവരിയിലെ ഒരു മിഡ് അല്ലെങ്കിൽ അവസാനത്തോടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു മെയിൻ ഒഫീഷ്യൽ ഫസ്റ്റ് ട്രെയിലർ അപ്പോഴാണ് സൂപ്പർ ബോൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊരു കളി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ നമുക്ക് ഡൂമിൻ്റെയൊക്കെ ലുക്ക് കിട്ടും, അല്ലെങ്കിൽ എല്ലാ ടീം മെമ്പേഴ്സ് അവഞ്ചേഴ്സ് അങ്ങനെയൊക്കെ കിട്ടും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ആ സാധനം കളിക്കുകയാണ്, അതായത് ഡൂംസ്ഡേ ക്ലോക്ക് എന്ന് പറഞ്ഞ സാധനം. അതും കൂടെ അതിലെന്തെങ്കിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സോ എന്തൊക്കെ തന്നെയായിരുന്നാലും ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ വിട്ട എവിടെയും നമുക്ക് വീണ്ടും കിട്ടാം. അതില്ലെങ്കിൽ ദിസ് ഇസ് മീ ആത്മചന്ദ്രൻ സൈനിങ് ഔട്ട് ആൻഡ് യു ആർ സൂപ്പർ സ്റ്റീമൻ. നമ്മളാണ് സൂപ്പർ ഹീറോസ്.